സാഹചര്യം. കെ സിയെ മുന്നോട്ട് വെക്കുകയാണോ ഹൈക്കമാൻഡ് എന്നുള്ള ചോദ്യം കൂടെ നിൽക്കുകയാണ്. എന്നാൽ ഒന്നും പിന്നോട്ട് പോകില്ല. വി.ഡി. സതീശനും ചെന്നിത്തലയും അത് തന്നെയാണ് പറയുന്നത്. മന്ത്രിസഭയിലേക്കില്ല, ഒന്നുകിൽ മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്നുള്ള കടുത്ത നിലപാടിൽ തന്നെ സതീശനും ചെന്നിത്തലയും മുന്നോട്ട് നിൽക്കുന്ന പശ്ചാത്തലവുമുണ്ട്. വഴിമുട്ടി നിൽക്കുകയാണ് ഹൈക്കമാൻഡ്. എന്ത് ചെയ്യും? ഇന്നുണ്ടാകുമോ തീരുമാനം? നാളെയാകുമോ തീരുമാനം? സോണിയാഗാന്ധിയിലേക്ക് നീങ്ങുമോ? ഒരുപാട് ചർച്ചകൾ നിൽക്കുകയാണ്. ഒരുപാട് ചോദ്യത്തിനും മറുപടി കാത്തു നിൽക്കുകയാണ് കേരള ജനത. ഒരു ഇലക്ഷനും കഴിഞ്ഞ് 102 സീറ്റിന് ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചിട്ട് ശേഷം മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് തർക്കം, തെരുവിൽ യുദ്ധം, പോര്, ഇതൊക്കെ കണ്ട് തലയിൽ കൈവയ്ക്കുന്ന കേരള ജനതയെ കാണാൻ കഴിയും. ഇപ്പോഴത്തെ 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നു. KPCC ആസ്ഥാനത്ത് വെച്ച് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയൊക്കെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ചയ്ക്ക് ഇനി പഴങ്കഥകളായി മാറുമോ എന്നുള്ള ചോദ്യവും നിൽക്കുകയാണ്. പരസ്പരം പോരടിക്കുന്നു. KCക്കെതിരെ സതീശൻ പറയുന്നു, സീനിയോറിറ്റി പറയുന്നു. 2016 പ്രതിപക്ഷ നേതാവായി ചെന്നിത്തല വരുമ്പോൾ പോലും 21 തിരിച്ചടി കിട്ടിയ തുടർഭരണം കാരണം നഷ്ടപ്പെട്ടു പോയ അവസരം തനിക്ക് തിരികെ വേണമെന്ന് ചെന്നിത്തലയും ആവശ്യപ്പെടുന്നു. അങ്ങനെ 3 നേതാക്കളും 3 പെർസ്പെക്റ്റീവിൽ 3 രീതിയിൽ ഹൈക്കമാൻഡിനോട് ആവശ്യം ഉന്നയിക്കുമ്പോൾ ഹൈക്കമാൻഡിന്റെ കാറ്റ് KCക്ക് അനുകൂലമാണോ എന്നുള്ള നിർണായകമായ ചോദ്യം ഈ 45 മിനിറ്റ് പിന്നിടുമ്പോഴിൽ നിന്നും ഖർഗെയുടെ വസതിയിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതാണോ? ഹൈക്കമാൻഡിന്റെ ചിന്ത KC മുഖ്യമന്ത്രിയാകണമെന്നാണോ എന്നുള്ള ചോദ്യമുണ്ട്. എന്തു തന്നെ ആയാലും തെരുവിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി ചർച്ചകളിലേക്ക് ഇന്ന് പോകുന്നതിന് മുമ്പ്, അതായത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണല്ലോ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും ഫ്ലൈറ്റ് പിടിച്ച് ഡൽഹിയിലേക്ക് പോയത്. അതിന് മുൻപേ വൈകുന്നേരം തന്നെ തെരുവിൽ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. വി.ഡി. അനുകൂലികൾ തെരുവിലിറങ്ങിക്കൊണ്ട് KCയുടെ ഫ്ലെക്സുകൾ കീറുന്നതും നമ്മൾ കണ്ടതാണ്. അതെല്ലാം സംഭവിച്ചത് ഇന്നലെ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പേരിലേക്ക് ഒതുങ്ങിയാൽ തീരില്ല പ്രശ്നം എന്നതും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഭരണം കിട്ടിയാലും മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വന്തം പാർട്ടി അണികൾ തന്നെ തെരുവിലിറങ്ങുന്ന കാഴ്ച, അവർക്കെതിരെ തന്നെ ഫ്ലെക്സുകൾ കീറുന്ന കാഴ്ചയിലേക്കാണ് കാര്യങ്ങൾ മാറുന്നത്. എന്തായാലും വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നു. മുഖ്യമന്ത്രി ചർച്ച 47 മിനിറ്റ് പിന്നിടുമ്പോൾ ഇതാ ഡാൻ ചേരുന്നുണ്ട്. വിശദാംശങ്ങൾ ഡാൻ, ഇവിടെ സതീശൻ പറയുന്നത് ജനറൽ സെക്രട്ടറി പദവി ഉപയോഗിച്ച് KC അട്ടിമറിച്ചു എന്നുള്ളതാണ്. പ്രതീക്ഷിച്ച നീക്കം തന്നെയാണ്. പക്ഷേ ഹൈക്കമാൻഡ് പറയുന്നത് ഭൂരിപക്ഷ MLA KCക്കൊപ്പമാണ് എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന പേരും KC തന്നെ ആയിരിക്കുമല്ലോ. ശരി, അത് തന്നെയാണ്. ഡാനിലേക്ക് ഉടനെ എത്താം. പക്ഷേ എന്തായാലും മുഖ്യമന്ത്രി ചർച്ചകൾ വഴിമുട്ടി നിൽക്കുകയാണ്. KCക്കാണ് പിന്തുണ എന്ന ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും KC ഉയർത്തി കാണിക്കുക എന്നതാണോ ചിന്ത എന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. വി.ഡി. അനുകൂലികൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഫേസ്ബുക്ക് പോസ്റ്റിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ തന്നെ രംഗത്തെത്തുന്നു. മുന്നിൽ നിന്ന് നയിച്ചത് വി.ഡി. സതീശനാണ്, പട നയിച്ചവൻ നാട് ഭരിക്കട്ടെ എന്ന് പറഞ്ഞുള്ള ഫ്ലെക്സ് ബോർഡുകൾ നമ്മൾ ഇന്നലെ കണ്ടതാണ്. വി.ഡി. അനുകൂലികൾ ഒരു ഭാഗത്ത് കഴിഞ്ഞ ദിവസം തന്നെ KCയുടെ ഫ്ലെക്സുകൾ ഉൾപ്പെടെ കീറുന്ന സാഹചര്യം കണ്ടു. KPCCയുടെ നിർദ്ദേശമുള്ളതാണ്, എന്നിട്ടും അത് ലംഘിച്ചുകൊണ്ടാണ് എത്തിയത്. ഡാൻ ചേരുന്നുണ്ട്. ഡാൻ, ജനറൽ സെക്രട്ടറി പദവി ഉപയോഗിച്ച് KC അട്ടിമറിച്ചെന്ന് സതീശൻ ആരോപണം ഉന്നയിക്കുമ്പോൾ ഹൈക്കമാൻഡ് KCയുടെ പേര് ഉയർത്തിക്കാട്ടുന്നു. നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇപ്പോൾ സംഭവിക്കുന്നത് തികച്ചും സ്വാഭാവികമായി നടക്കുമെന്ന് എല്ലാവരും കരുതിയ കാര്യമാണ്. ഈ ചർച്ച ഇവിടെ അവസാനിക്കാതെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് 10 ജൻപത് വസതിയിലേക്ക് എത്തും. അവിടെ നിന്ന് ഒരു തീരുമാനം വരും. ആ തീരുമാനം അന്തിമമായിരിക്കും. KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും വി.ഡി. സതീശനും ഒരുപോലെ അംഗീകരിക്കേണ്ട ഒരു തീരുമാനം സോണിയാഗാന്ധിയുടെ അടുത്ത് നിന്ന് വരും. ഒരാൾ ചിരിക്കും, 2 പേരുടെ മുഖത്ത് വാട്ടമുണ്ടാകും. ആ 2 പേരെ അനുനയിപ്പിക്കാൻ എന്ത് നയമായിരിക്കും സോണിയാഗാന്ധി അവരുടെ കഴിഞ്ഞ ദശാബ്ദങ്ങളായുള്ള പ്രവർത്തന മികവ് വെച്ച് സ്വീകരിക്കുക എന്നതാകും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരുപാട് പൊട്ടിത്തെറികൾക്ക് സാധ്യതയുള്ള ഈ തീരുമാനം ഒരു അനുനയത്തിലേക്ക് എത്തിക്കുക. എന്തായാലും KC വേണുഗോപാലിന് അനുകൂലമായൊരു സാഹചര്യമാണുള്ളതെന്ന് ഹൈക്കമാൻഡ് നിലപാടെടുക്കുമെന്ന കാര്യം MLA-മാരുടെ ഭൂരിപക്ഷ പിന്തുണ അദ്ദേഹത്തിനാണെന്ന് പരസ്യമായത് മുതൽ ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ലീഗ് അടക്കം വലിയ സമ്മർദ്ദ നീക്കം നടത്തുകയും അങ്ങനെ ഒരു തീരുമാനം സംസ്ഥാനത്ത് നിന്ന് ജയിച്ച ഒരാൾ, തെരഞ്ഞെടുപ്പിൽ നയിച്ച ഒരാൾ, UDF-നെ നയിച്ച ഒരാൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തണമെന്ന ആവശ്യം പരസ്യമായും നേതൃത്വത്തോടും അവർ വ്യക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡ് ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായി മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ ലീഗ് നേതൃത്വത്തെ അത് അറിയിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ പാണക്കാട് കുടുംബം അതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് അറിയാനുള്ളത്. ഒരുപക്ഷെ പാണക്കാട് കുടുംബത്തെ അനുനയിപ്പിക്കാൻ, ലീഗിനെ അനുനയിപ്പിക്കാൻ KC പക്ഷം നേരത്തെ ചില നീക്കങ്ങൾ നടത്തിയിരുന്നെങ്കിലും അത് 100% ഫലം കണ്ടിരുന്നില്ല. അവിടെയാണ് ഈ തീരുമാനത്തിലെ ഏറ്റവും വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകാൻ പോകുന്നത്. കിരൺ, ഇപ്പോൾ ഈ ഒരു
പ്രതിസന്ധി എന്ന് വിളിക്കാൻ പറ്റുമോ? വഴിമുട്ടി നിൽക്കുകയാണ് ചർച്ച എന്ന് വിശേഷിപ്പിക്കണം. അതോ ഇത് നേരത്തെ അറിയാമായിരുന്ന കാര്യം തന്നെയാണല്ലോ? ഇത് സ്വാഭാവികമായിട്ട് MLA കൗണ്ട് കേസിക്കാണ് കൂടുതൽ, അപ്പോൾ അതനുസരിച്ച് തന്നെ ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമെന്നത് നേരത്തെ പ്രതീക്ഷിച്ചിരുന്ന കാര്യം തന്നെയല്ലേ? ഹരി, നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഇതിനോട് എന്ത് മറുപടിയാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും നൽകാൻ പോകുന്നതെന്നും നമ്മൾ ഇന്ന് രാവിലെ മുതൽ തന്നെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതേ മറുപടി തന്നെയാണ് രണ്ടുപേരും നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ലെങ്കിൽ ഞങ്ങൾ മന്ത്രിസഭയിലേക്കില്ല, ഞങ്ങൾ മാറി നിന്നോളാം, ഈ മന്ത്രിസഭയുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെ രണ്ടുപേരും ഉറച്ചു നിൽക്കുകയാണ്. അതോടൊപ്പം ഒരു പടി കൂടി കടന്നാണ് വി ഡി സതീശൻ തന്റെ നിലപാട് അറിയിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് KC വേണുഗോപാലിന് ഈ തരത്തിൽ ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത്? അത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഉള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട്, തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം MLA-മാരെ തന്റെ പക്ഷത്തേക്ക് വരുത്തുകയായിരുന്നു. അത് പറയുന്നു. രണ്ടാമത് നിരീക്ഷകരെ വന്നവരെ അടക്കം തന്റെ പദവി ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇത്തരം ഗുരുതരമായ ആരോപണം കൂടിയാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. ഇത് ശരിയായ MLA-മാരുടെ മനസ്സിലിരിപ്പല്ല പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ഇപ്പോൾ ഹൈക്കമാൻഡ് മുന്നിൽ വന്നിരിക്കുന്ന കണക്ക് എന്ന് പറയുന്നത്, അത് KC വേണുഗോപാൽ അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് ആ പദവി കാണിച്ച് MLA-മാരെ സ്വാധീനിച്ചും അല്ലെങ്കിൽ MLA-മാരുടെ നിരീക്ഷകരെ വന്നവരെ സ്വാധീനിച്ചും നേടിയെടുത്ത ഒന്നാണ്. അത് ഒരു ശരിയായ കണക്കല്ല എന്നതുകൂടി പറഞ്ഞു വെക്കുകയാണ് വി ഡി സതീശൻ. അതീവ ഗുരുതരമായ ഒരു ആരോപണം കൂടിയാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിലടക്കം സ്വാഭാവികമായും മറുപടി നൽകേണ്ടി വരും. ഹൈക്കമാൻഡ് ഭാഗത്ത് നിന്ന് മറുപടി നൽകേണ്ടി വരും. ഹൈക്കമാൻഡ് സ്വാഭാവികമായും രണ്ടുപേരോടും പറഞ്ഞത് MLA-മാരുടെ, സാധാരണ കോൺഗ്രസ് അങ്ങനെയാണ് തീരുമാനിക്കുന്നത്, MLA-മാരുടെ ഭൂരിപക്ഷം ആർക്കാണ്, ആ ഭൂരിപക്ഷം എന്ന് പറയുന്നത് KC വേണുഗോപാലിന്റെ പേരിനാണ് MLA-മാരിൽ ഭൂരിപക്ഷം പേരും പിന്തുണച്ചിരിക്കുന്നത്. അതുകൊണ്ട് KC വേണുഗോപാലിനെ അംഗീകരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ്, ആ ഒരു നിർദ്ദേശമാണ് അവരുടെ മുന്നിൽ വെച്ചത്. ഈ രണ്ടുപേരും അവരുടെ വാദങ്ങൾ അവതരിപ്പിച്ച ശേഷം അത് അംഗീകരിക്കാനാവില്ലെന്നും ഇത് കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഭൂരിപക്ഷമാണ് എന്നുള്ള വാദമാണ് വി ഡി സതീശൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. അത് സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാൽ വഴിയാണ് AICC പണമടക്കം നൽകിയത്. സ്ഥാനാർത്ഥികളടക്കം നിർണായകമായ ഇടപെടലുകൾക്ക് KC വേണുഗോപാലിന് കഴിയും. KC വേണുഗോപാലിന് സംഘടനയുടെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന നിലയ്ക്ക് ആ തരത്തിൽ ഓരോ അംഗങ്ങളെയും സ്വാധീനിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നിരീക്ഷകരായി വന്ന ആളുകളെ അടക്കം അത്തരത്തിൽ സ്വാധീനിച്ച് നേടിയ, അല്ലെങ്കിൽ അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു ഭൂരിപക്ഷമാണിത്. ഇത് യഥാർത്ഥ ഭൂരിപക്ഷമല്ല എന്നുള്ള വാദമാണ് പ്രധാനമായും വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. അത്യന്തം ഗൗരവമായ ഒരു വാദം കൂടിയാണ്. ഹൈക്കമാൻഡ് മുന്നിൽ അംഗങ്ങളെ ആ തരത്തിൽ KC പക്ഷം സ്വാധീനിച്ചതിന് തന്റെ പക്കൽ തെളിവുണ്ട് എന്നടക്കം വി ഡി സതീശൻ പറയുന്നുണ്ട്. അംഗങ്ങളെ തന്റെ ഒപ്പം നിന്ന് അംഗങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ പിന്തുണച്ചിരുന്ന അംഗങ്ങൾ, അവരെയൊക്കെ KC വേണുഗോപാൽ നേരിട്ട് വിളിച്ച് തന്റെ പക്ഷത്തേക്ക് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കിയ, അധികാരം ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു ഭൂരിപക്ഷം താൻ അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ വി ഡി സതീശൻ നിൽക്കുന്നത്. എന്തായാലും ഇനി വീണ്ടും ചർച്ചകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചർച്ച നടന്നോ എന്ന് നമുക്കറിയില്ല. എന്തായാലും ആകെ പുറത്തു വന്ന വിവരങ്ങൾ ഇത് മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഇനി വീണ്ടും രണ്ടാം റൗണ്ടിൽ എന്ത് മറുപടിയാണ് നൽകിയിട്ടുള്ളത്, ഇനി രാഹുൽ ഗാന്ധി തന്നെ ഏതെങ്കിലും തരത്തിൽ മറുപടി നൽകിയിട്ടുണ്ടോ, അത്തരം വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അത് തന്നെയാണ് കിരൺ. അപ്പോൾ നമ്മൾ ഒരു മണിക്കൂർ ചർച്ചയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ 50 മിനിറ്റോളം പിന്നിട്ടിരിക്കുന്ന, ഒരു മണിക്കൂറിൽ ഒതുങ്ങില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ നേരെ ഒരു ഇടവേളയ്ക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം നേരെ ഇതിലേക്ക് തന്നെ വരാം. Real time, on the go, India chooses Network 18. Commanding a whopping 80% of social audience, we don't just define the category, we are the category. And when news breaks, India logs into Network 18 every single time. Network 18.
വഴിമുട്ടി നിൽക്കുന്നു മുഖ്യമന്ത്രി ചർച്ച എന്നുള്ളത് തന്നെയാണ്. കെ സിക്ക് പിന്തുണ എന്ന ഹൈക്കമാൻഡ് അറിയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് തന്നെയായിരിക്കും. MLA-മാരുടെ കൂടുതൽ പിന്തുണ കെ സിക്ക് നിൽക്കുകയാണ്. ആ സാഹചര്യത്തിൽ കെ സിക്ക് അനുകൂലമായിട്ട് ഹൈക്കമാൻഡ് നിൽക്കും. പക്ഷേ വി ഡി സതീശൻ പറയുന്നു അത് MLA-മാരുടെ ഭൂരിപക്ഷം പദവി ഉപയോഗിച്ച് കെ സി അട്ടിമറിച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ്. സ്വാഭാവികമായിട്ട് ചർച്ചയും ഇനി നീളാൻ തന്നെയാണ് സാധ്യത. കിരൺ, അത് തന്നെയാണ് ചോദ്യം. ചർച്ച 1 മണിക്കൂറിനുള്ളിൽ തീരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ചർച്ചയുടെ ദൈർഘ്യം ഇനിയും കൂടും അല്ലേ? പ്ലേറ്റ് തിരിച്ചില്ലെന്നാണ് പറയുന്നത്. കിരൺ കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 1 മണിക്കൂറിനുള്ളിൽ ചർച്ച അവസാനിക്കും എന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ കാര്യങ്ങൾ നീളുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. 55 മിനിറ്റായി. ചർച്ച ഇനിയും വൈകുമല്ലേ? കേൾക്കുന്നുണ്ട്. ചർച്ച ഇനി വൈകും. എന്തായാലും ചർച്ച നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ചർച്ച വൈകാനുള്ള സാധ്യത സ്വാഭാവികമായുണ്ട്. കാരണം ഇക്കാര്യത്തിൽ എല്ലാവർക്കും ഈ എല്ലാ പ്രതീക്ഷകളെ സംബന്ധിച്ചും അങ്ങനെ ചെന്ന് ഇരിക്കുമ്പോൾ തന്നെ ഒരു തീരുമാനം വരുന്നു, ആ തീരുമാനത്തിൽ അംഗീകരിച്ചു പോകുന്നു എന്നുള്ള ഒരു അവസ്ഥ എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. സ്വാഭാവികമായും ആദ്യം എടുക്കുന്നത് എല്ലാവരും നിലപാട് പറയുന്നു. അതിനുശേഷം ഹൈക്കമാൻഡ് അവരുടെ നിലപാട് അറിയിച്ചു. ഹൈക്കമാൻഡ് നിലപാട് കൃത്യമായി പറഞ്ഞു. അവിടെ MLA-മാരുടെ ഭൂരിപക്ഷമുള്ളത് കെ സി വേണുഗോപാലിന്റെ പേരിനാണ്. ആ പേര് അതാണ് ഭൂരിപക്ഷം. അപ്പോൾ അത് അംഗീകരിക്കണമെന്നുള്ള വ്യവസ്ഥ നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു. ഇതിനോട് യോജിക്കാൻ കഴിയില്ല എന്നും അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലേക്കില്ല എന്ന് രമേശ് ചെന്നിത്തലയും അറിയിക്കുന്നു. വി ഡി സതീശൻ ഒരു പടി കൂടി കടന്ന് എങ്ങനെയാണ് കെ സി വേണുഗോപാലിന് ഈ ഭൂരിപക്ഷം കിട്ടിയത് എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ ഭൂരിപക്ഷം കിട്ടിയത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് കെ സി വേണുഗോപാൽ ഓരോ MLA-മാരായി പർച്ചേസ് ചെയ്യുകയായിരുന്നു എന്നുള്ളതല്ല. ഓരോ MLA-മായി ഭാവിയിലേക്ക് നിങ്ങൾക്ക് വലിയ സ്ഥാനങ്ങളൊക്കെ പലതരത്തിലേക്കുള്ള ഓഫറുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പദവിയിൽ ഇരിക്കുന്ന ആരായാലും അവർക്ക് അനുകൂലമായി നിൽക്കേണ്ട അവസ്ഥ വരും. ആർക്ക് നിങ്ങൾ ആരുടെ പേര് പറഞ്ഞാലും താൻ അത് അറിയും എന്ന മട്ടിലടക്കം MLA-മാരെ അദ്ദേഹം പറഞ്ഞു ധരിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായ ആരോപണം തന്നെയാണ് വി ഡി സതീശൻ ഉന്നയിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയിലേക്ക് താനില്ല, ഈ മന്ത്രിസഭയിലേക്ക് താനില്ല, നിങ്ങൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയൊക്കെ തീരുമാനിച്ച് ഭരിച്ചോളൂ എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കുകയാണ്. താൻ ചർച്ചകൾക്ക് വിനിയില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും വി ഡി സതീശൻ നിൽക്കുന്നതെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു കഴിഞ്ഞ 10-15 മിനിറ്റിനിടയിൽ എന്താണ് ഉണ്ടായതെന്ന് സംബന്ധിച്ച് എന്തായാലും അകത്ത് ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ അത് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഇനി ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഗാന്ധി തന്നെ നേരിട്ടിടപെട്ട് ഏതെങ്കിലും തരത്തിലുള്ള മുന്നോട്ടുള്ള സമവായ ചർച്ചകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ, അതോ ചർച്ചകൾ മാറ്റിവെച്ചോ, അല്ലെങ്കിൽ വീണ്ടും ഒരു റൗണ്ട് കൂടി ചർച്ച നടത്തിയ ശേഷം തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ, അതൊക്കെ വിഷയമാണ്. അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, ഘടകകക്ഷികൾ ടീം UDF എന്ന നിലയ്ക്കാണ് ഇവിടെ മത്സരിച്ചത്. കഴിഞ്ഞ കാലങ്ങളൊന്നുമില്ലാത്തവരും വ്യത്യസ്തപരമായി ടീമായി നിന്നാണ് UDF അത് നിയമസഭയ്ക്കകത്തായാലും പുറത്തായാലും അങ്ങനെ ഒരു അലോസരവുമില്ലാതെ മത്സരിച്ചു. പരസ്പരം എവിടെയും കാലുവാരിയില്ല എന്ന് മാത്രമല്ല, പരസ്പരം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമം കൂട്ടായി തന്നെ നടത്തിയിട്ടുണ്ട്. ആ UDF-ന്റെ അഭിപ്രായം തേടിയത് ഹൈക്കമാൻഡാണ്. ഹൈക്കമാൻഡ് മുന്നിൽ അവരുടെ അഭിപ്രായം വെച്ചിട്ടുണ്ട്. ആ അഭിപ്രായത്തിന് പരിഗണന കൊടുക്കണം. ടീം UDF എന്ന നിലയ്ക്ക് കേരളത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ആ അഭിപ്രായത്തിന് പരിഗണന വേണം എന്ന ആവശ്യവും വി ഡി സതീശൻ പ്രധാനമായും ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇനി വീണ്ടും ഖർഗെയും രാഹുൽ ഗാന്ധിയും തമ്മിൽ ചില കൂടിക്കാഴ്ചകളൊക്കെ നടക്കേണ്ടതുണ്ട്. ആ നടന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഒരു മറുപടി ഇവരുടെ ഓരോരുത്തരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇനി പുറത്ത് അറിയേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇതുവരെ കിട്ടുന്ന സൂചനകൾ അനുസരിച്ച് ഒരു 15 മിനിറ്റ് മുമ്പ് വരെ ലഭിച്ച അപ്ഡേഷനാണ് അവസാനമായി നമ്മുടെ കയ്യിലുള്ളത്. അതുവരെ ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സമവായം രൂപപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് ചർച്ച വഴിമുട്ടി നിൽക്കുകയാണ്. അത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ആ നിയമസഭയിലേക്കുള്ള ഓട്ടമാണ്. ആ MLA ആയി മുഖ്യമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടം 3 പേരും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പറക്കുകയും ചെയ്തു. ഇന്നലെ പറന്ന് ഡൽഹിയിലെത്തി. പിന്നെയും ഓട്ടം. അതായത് ഇപ്പോൾ ഖർഗെയുടെ വസതിയിൽ വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ. ഇതിൽ ആർക്ക് അനുകൂലമായി ടോസ് വീഴും എന്നുള്ളതാണ് ചോദ്യം. സാധാരണ 2 പേർ തമ്മിലാണ് ടോസ്, ഇവിടെ 3 ഉണ്ട്. 3 പേരിൽ ആർക്ക് നറുക്ക് വീഴും എന്നുള്ള നിർണായകമായ ചോദ്യം. ഡാൻ തന്നെ പറഞ്ഞ പോലെ തന്നെ കെ സിക്കുള്ള സാധ്യത, രമേശ് ചെന്നിത്തലയ്ക്കുള്ള സാധ്യത പറയുമ്പോൾ വി ഡി സതീശൻ. അപ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ജനങ്ങളുടെ ആസ്പെക്ട് വരുന്നില്ല. ഇപ്പോൾ MLA-മാരുടെ ഭൂരിപക്ഷം തന്നെയാണ്. എന്നാൽ പോലും സ്വാഭാവികമായിട്ടും ഭരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യം, അല്ലെങ്കിൽ ഒരു വിഭാഗം വലിയ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് വി ഡി വരട്ടെ. കാരണം വി ഡി സതീശൻ 100+ സീറ്റിൽ ജയിക്കുമെന്ന് പറയുന്നു, 102 സീറ്റിൽ ജയിക്കുന്നു, 1 ഡസൻ മന്ത്രിമാർ വീഴുമെന്ന് പറയുന്നു, 13 മന്ത്രിമാർ വീഴുന്നു. അങ്ങനെ കൃത്യമായി നിരീക്ഷിച്ച് UDF-നെ 41-ൽ നിന്ന് 102-ലേക്ക് കൊണ്ടെത്തിച്ച നേതാവ് വരട്ടെ എന്നുള്ളതാണ് ഈ പൊതുവെയുള്ള ജനങ്ങളുടെ ഒരു രീതി. അത് മുഖവിലക്കെടുക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷേ വീഡിയോ അത് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം പരിഗണിക്കൂ എന്നൊരു ആവശ്യം കൂടിയല്ലേ മുന്നോട്ട് വരുന്നത്. അതായത് ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ ഒരു അസാധാരണ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് നിലവിൽ നമുക്കറിയാവുന്നതുപോലെ ഭൂരിപക്ഷം, അതായത് 63 കോൺഗ്രസ് MLA-മാരിൽ 45 പേരിലധികം പേരുടെ പിന്തുണ തനിക്കുണ്ട് എന്ന്
KC പക്ഷം അവകാശപ്പെടുന്നു. അത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള ചില രേഖകൾ പുറത്തു വരുന്നു. ശേഷിക്കുന്ന MLA-മാർ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനും വേണ്ടി അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നിർണായകമാകുന്ന കാര്യം ഈ 45 പേരെ KC പക്ഷത്തേക്ക് എത്തിച്ചത് സമ്മർദ്ദം ചെലുത്തിയാണ് എന്നാണ് ഇപ്പോൾ ചെന്നിത്തലയും സതീശനും ഹൈക്കമാൻഡ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. അതായത് സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ളൊരു നേതാവായി ഈ തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഈ പോരിൽ അതിൻ്റെ ഒരു ഭാഗമായിരുന്നെങ്കിൽ 45 പേരുടെ പിന്തുണ പോയിട്ട് അതിൻ്റെ പകുതി പേരുടെ പിന്തുണ പോലും അദ്ദേഹത്തിന് ലഭിക്കില്ലായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ ദേശീയ തലത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പദവിയിലിരുന്ന് ഈ മുഖ്യമന്ത്രി പോരിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കടിഞ്ഞാൻ കൈവശം വെച്ചുകൊണ്ട് പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നിടത്തോളം അദ്ദേഹത്തോടൊരു വിധേയത്വം ഉണ്ടാകുക എന്ന് പറയുന്നത് MLA-മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന സ്വാഭാവികമായ നടപടിയാണ്. കാരണം അവരുടെ രാഷ്ട്രീയമായ ഭാവി അവർക്ക് സുരക്ഷിതമാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാ തലത്തിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് നീരസമുണ്ടാക്കുന്ന ഒരു തീരുമാനം എടുത്താൽ അതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ച് കൃത്യമായ ധാരണ ഈ 45 MLA-മാർക്കുമുണ്ട്. അതുകൊണ്ടാണ് അവർ മനസ്സില്ലാ മനസ്സോടെ അങ്ങനെ ഒരു തീരുമാനം അതിൽ പലരും എടുത്തത് എന്ന നിലപാടാണ് സതീശനും ചെന്നിത്തലയും ഹൈക്കമാൻഡിനെ അറിയിക്കാൻ ശ്രമിച്ചത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ MLA-മാരുടെ ഭൂരിപക്ഷം മാത്രം കണക്കിലെടുക്കുന്നതിനപ്പുറത്തേക്ക് മുന്നണിയിലെ ഘടകകക്ഷികളുടെ നിലപാട് കൂടി ആരായണം എന്ന കാര്യം 2 പേരും മുമ്പോട്ട് വെക്കും. അതിൽ VD സതീശന് അനുകൂലമായി പരസ്യ നിലപാടെടുത്തത് ലീഗ് നേതൃത്വമായിരുന്നു. അവർ കൃത്യമായി തന്നെ ഹൈക്കമാൻഡ് പ്രതിനിധികളായി കേരളത്തിലെത്തിയ അജയ് മക്കനെയും അതോടൊപ്പം മുകുൾ വാസ്നിക്കിനെയും ആ നിലപാട് അറിയിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ കേരള കോൺഗ്രസ് ആണ് ഇതിലെ സുപ്രധാനമായൊരു നിലപാട് നേതൃത്വത്തെ അറിയിച്ച ശേഷം അത് പരസ്യപ്പെടുത്തിയത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ഒരാൾ മുഖ്യമന്ത്രിയാകണമെന്നാണ് തങ്ങളുടെ ആവശ്യം. അത് പൊതുജനങ്ങളുടെ കൂടി വികാരമാണ്. അത് പാലിക്കണമെന്ന താല്പര്യമാണ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ഇനിയും ആവശ്യം വന്നാൽ അപ്പോൾ അത് നേതൃത്വത്തെ വീണ്ടും അറിയിക്കുമെന്ന് കൂടി അവർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ പ്രതിനിധിയായി മുന്നണിയിലുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. അങ്ങനെ ഇരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി ഘടകകക്ഷികളുടെയൊക്കെ ഈ തീരുമാനം മറികടന്നുകൊണ്ട് അതിനപ്പുറത്തേക്ക് KC വേണുഗോപാൽ എന്ന പേരിന് ഹൈക്കമാൻഡ് നിലവിൽ നൽകിയിരിക്കുന്ന മുൻതൂക്കം അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകാനാണ് നീക്കമെങ്കിൽ അതിനോട് ലീഗ് നേതൃത്വവും കേരള കോൺഗ്രസും നടത്തുന്ന നിർണായകമായ മറുപടി എന്താകും എന്നതാണ് ഇനി ഈ സംഭവത്തിൽ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാൻ കാരണമായി മാറുക. അവിടെ ലീഗ് മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന തരത്തിലൊരു കടുത്ത നിലപാടിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായാൽ കാര്യങ്ങൾ അപ്പാടെ മാറിമറിയും. അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുന്ന തരത്തിലേക്ക് ഈ ചർച്ചകൾ ഇനിയും നീളുമോ എന്നതാണ് അറിയാനുള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഖാർഗെയുടെ വസതിയിൽ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ എല്ലാ കണ്ണുകളും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ മുഴുവൻ കണ്ണുകളും 10 ജൻപത് വസതിയിലെ സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിലേക്കാകും. അവിടെ സോണിയാഗാന്ധി എന്ന കോൺഗ്രസിൻ്റെ അവസാന വാക്ക്, അവരെടുക്കുന്ന തീരുമാനം, അതിൽ എല്ലാ നേതാക്കളും വേണുഗോപാലും VD സതീശനും ചെന്നിത്തലയും ഒരുപോലെ സോണിയാഗാന്ധിയുടെ ആ നിർദ്ദേശം അനുസരിക്കേണ്ടി വരും. അവർ ആർക്കൊപ്പം എന്ന ഒരു നിലപാടെടുക്കുമെന്നതാണ് ഇനി ഇതിൽ ഏറ്റവും ആകാംക്ഷ ഉയർത്തുന്ന ഒന്നായി മാറാൻ പോകുന്നത്. എന്തായാലും മണിക്കൂർ ഒന്ന് പിന്നിട്ടിട്ടും ഈ ചർച്ച ഒരു ഘട്ടം പോലും പിന്നിട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് മുന്നോട്ട് പോകുന്നില്ല. അതിലൊരു അനിശ്ചിതത്വം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല, KC വേണുഗോപാലാണ് വരുന്നതെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്ന VD സതീശൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും നിലപാട് തീർത്ത പ്രതിസന്ധി പരിഹരിക്കാൻ നിർണായക ഇടപെടലുമായി സമവായ നീക്കവുമായി സോണിയാഗാന്ധി ഈ വിഷയത്തിൽ എപ്പോൾ ഇടപെടും, എപ്പോൾ നിലപാട് സ്വീകരിക്കും, അതിന് മുന്നോടിയായി 3 പേരെയും തനിച്ച് കാണുമോ, അങ്ങനെയെങ്കിൽ അത് ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളതും. അത് തന്നെയാണ് 10 ജൻപത് വസതിയിൽ നാളെ അങ്ങനൊരു തീരുമാനം ഉണ്ടാകുമോ എന്നതും കാത്തിരുന്ന് കാണുകയാണ്. പക്ഷേ 1 മണിക്കൂർ ചർച്ച പിന്നിടുന്നു. 4 മണിക്ക് തുടങ്ങിയ ചർച്ച അതാ ഇപ്പോൾ 5:05 സമയം എത്തി നിൽക്കുന്നു. 1 മണിക്കൂർ ചർച്ച പിന്നിടുമ്പോൾ പോലും യാതൊരുവിധ രീതിയിലുമുള്ള തീരുമാനം പുറത്തു വരുന്നില്ല. എന്തായാലും ഒരു ഘട്ടം പോലും മുന്നോട്ട് വരുന്നില്ല. ഇടയ്ക്ക് വെച്ച് ചർച്ച വഴിമുട്ടി നിൽക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. കിരൺ ഉണ്ട്. കിരൺ, 1 മണിക്കൂർ പിന്നിടുന്നു ചർച്ച.
ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ 1 മണിക്കൂർ എന്നൊന്നും പറയുന്നത് അതൊരു വലിയ സമയമൊന്നുമല്ല, വളരെ ചെറിയ സമയമാണ് എന്നത് കൂടി ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ വളരെ വേഗത്തിലൊന്നും ചർച്ച ചെയ്ത് പരിഹരിക്കുക, ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ അങ്ങനെ വേഗത്തിൽ കഴിയുന്ന ഒരു വിഷയം കൂടിയല്ല. ഇത് പല റൗണ്ട് ചർച്ച സ്വാഭാവികമായും വേണ്ടിവരും. ഈ 3 പേരും കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് 3 പേരും അവർക്ക് വേണ്ടപ്പെട്ട ആളുകളാണ്. അവർ 3 പേരെ കുറിച്ചും അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആക്ഷേപം കോൺഗ്രസ് ഹൈക്കമാൻഡിനില്ല. അവരെ 3 പേരും കൂട്ടി യോജിപ്പിച്ച് ഇവർ 3 പേരും ചേർന്ന് തന്നെ വേണം കേരളത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് തന്നെയാണ് സോണിയാഗാന്ധിയുടെ ആയാലും രാഹുൽ ഗാന്ധിയുടെ ആയാലും എല്ലാം നിലപാട്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ പരസ്പരം പിണങ്ങി പിരിയുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ അവർക്ക് താല്പര്യപ്പെടുന്നില്ല. ഇവരെ എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ള ഒരു ചർച്ചയിലേക്കായിരിക്കും സ്വാഭാവികമായി നീങ്ങുക. ഇപ്പോൾ നിലവിൽ ഭൂരിപക്ഷം MLA-മാരുടെ പിന്തുണയുള്ളത് KC വേണുഗോപാലിനാണ്. ആ KC വേണുഗോപാലിനെ അംഗീകരിക്കുക എന്നുള്ളത് സ്വാഭാവികമായി അത് ഒറ്റയടിക്ക് അംഗീകരിച്ചു പോകാനാണെങ്കിൽ ഈ പറയുന്നത് പോലെ 1 മണിക്കൂറിന്റെ ചർച്ചകളുടെ വിഷയമൊന്നുമില്ല, അതിനു മുമ്പ് തന്നെ പരിഹരിച്ചു പോകാൻ കഴിയും.